വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ വടകരയുടെയും അതോടൊപ്പം തന്നെ പയ്യോളിയുടെയും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊളാവിപ്പാലം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഇവിടെ മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. മിനി ഗോവ എന്ന് അറിയപ്പെടാൻ തന്നെ പ്രധാന കാരണം ഒരു ഗോവയോട് സാദൃശ്യമുള്ള രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് ഇവിടെ ചെറിയൊരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനിടയിൽ ചില ആകാശ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പയ്യോളിയിൽ നിന്ന് വരികയാണെങ്കിൽ പയ്യോളിയിൽ നിന്നും അറബിക് കോളേജ് ഭാഗത്തേക്ക് പയ്യോളിയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഈ കൊളാവിപ്പാലം അറബിക് കോളേജ് അടുത്തുള്ള ആമ വളർത്ത കേന്ദ്രത്തിനോട് അടുത്തുള്ള ഒരു പ്രദേശമാണ്. കുറച്ച് ദൂരം നടന്നതിന് ശേഷം ചെറിയൊരു കാടുകളിലൂടെ നടന്നതിന് ശേഷം ഒരു ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു വിജനമായ ഒരു പ്രദേശമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ചപ്പും അതോടൊപ്പം തന്നെ കടലും പുഴയും ഒന്നിക്കുന്ന ആ ഒരു പ്രദേശവും കൂടിയാണിത്. അപ്പോൾ വടകരയിൽ നിന്ന് വരികയാണെങ്കിൽ വടകര ഇരിങ്ങൽ ഓയിൽ മില്ല് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കൊണ്ട് അവിടുന്ന് അല്ലെങ്കിൽ കൊളാവിപ്പാലം ബസ്സിലേക്ക് കയറിക്കൊണ്ട് പിന്നീട് കുറച്ച് നടന്ന് വരികയാണെങ്കിൽ ഈ ഒരു പ്രദേശത്തിലെ ഓട്ടോ വിളിച്ചും ഈ ഒരു പ്രദേശത്തേക്ക് വരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ പച്ചപ്പുള്ളതും അതോടൊപ്പം തന്നെ ഒരുപാട് കാറ്റാടി മരങ്ങളും അതിലുപരി കോട്ടക്കൽ കുഞ്ഞാലിമരക്കാരുടെ പ്രദേശമായ അതേപോലെ തന്നെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലയുടെയും സാൻഡ് ബാങ്ക്സ് വടകര സാൻഡ് ബാങ്ക്സിനോടും ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ സാൻഡ് ബാങ്ക്സ് കാണാൻ സാധിക്കും. ഇവിടെയുള്ള കണ്ടൽ കാടുകളും തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. അതിൻ്റെ ആകാശ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടൽ കാടുകൾക്കിടയിലൂടെ പുഴയും കടലും ഒന്നിച്ച് പോകുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. അത്തരം കാഴ്ചകൾ കാണാൻ ഇവിടെ സഞ്ചാരികൾ നല്ല രീതിയിൽ പലപ്പോഴും തടിച്ചു കൂടാറുണ്ട്. ശാന്തമായ ഒരു അന്തരീക്ഷവും അതിലുപരി വളരെ മനോഹരമായ കടൽ തീരത്തു നിന്നുള്ള കാഴ്ചകളുമാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ഈ അടുത്തായി ഈ ഒരു പ്രദേശത്ത് ചെറിയൊരു ബോട്ട് സർവീസും തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലത്ത് ഈ ഒരു പ്രദേശത്തൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായും ഒരു കുട കയ്യിൽ കരുതുന്നത് നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, മഴ പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാൻ ഒരു ഇടം പോലും ഈ ഒരു പ്രദേശത്തില്ല. നിലവിൽ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ വലിയ വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ ഒരു പ്രദേശത്ത് നടത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് എൻട്രി ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ കുറച്ച് പാർക്കിംഗ് സ്ഥലമുണ്ട്. 2 വീലർക്കും അതോടൊപ്പം തന്നെ കാറുകൾക്കും പാർക്ക് ചെയ്യാൻ ഇതിൻ്റെ പുറകിൽ വരുന്ന വഴിയിൽ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേറെ പ്രത്യേകിച്ച് ഇവിടെയുള്ള ആകാശ കാഴ്ചകളും അതോടൊപ്പം തന്നെ ബീച്ചിനോടും അതോടൊപ്പം തന്നെ കാറ്റാടി മരങ്ങളോടും ചേർന്നിട്ടുള്ള മനോഹരമായ കാറ്റുകളും ആസ്വദിക്കാൻ കഴിയും എന്നതാണ് പ്രധാനമായി. പിന്നെ ചില ആളുകൾ ഈ ഒരു പുഴയോട് ചേർന്നുള്ള ഭാഗത്തു നിന്നും കുളിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രദേശത്ത് വരുന്ന ആളുകൾ ഇവിടെ നിലവിൽ കോസ്റ്റൽ ഗാർഡോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വരുന്ന ആളുകൾ വലിയ സുരക്ഷിതമായ പ്രദേശങ്ങളിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രദേശങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുന്ന ഒരു ശീലവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ബോട്ടിലും മറ്റ് പ്ലാസ്റ്റിക്കുകളൊക്കെ അതൊക്കെ പരമാവധി അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണെന്ന് ജസ്റ്റ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. ഗോവയോട് സമാനമാകുന്ന രീതിയിലുള്ള കണ്ടൽ കാടുകളും അതോടൊപ്പം തന്നെ കാറ്റാടി മരങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് മിനി ഗോവ എന്ന രീതിയിൽ അറിയപ്പെട്ടത്. ഈ ഒരു പ്രദേശത്ത് വാഹനങ്ങളുമായി വരുന്ന ആളുകൾക്ക് സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്ഥലങ്ങൾ പാർക്കിങ്ങിന് അനുയോജ്യമായ പ്രദേശങ്ങളാക്കി മാറ്റുകയും അവരിൽ നിന്ന് ചെറിയ ചാർജ് ഈടാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സന്ധ്യാസമയത്തെ കാഴ്ചകൾ ഈ ഒരു പ്രദേശത്ത് അതിമനോഹരമാണ്.